ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. അസ്ഥിരോഗ വിഭാഗത്തിൽ റീജനറേറ്റീവ് മെഡിസിൻ ട്രീറ്റ്മെന്റ് നടപ്പാക്കാൻ ഒരുങ്ങി പട്ടാമ്പി നിള ഹോസ്പിറ്റൽ. ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന നൂതന ചികിത്സാ പദ്ധതിയാണിതെന്ന് ഓർത്തോ സർജൻ ഡോക്ടർ സഞ്ജയ് നായർ പറഞ്ഞു. ഡിപ്ലോമാറ്റ് അമേരിക്കൻ ബോർഡ് ഓഫ് റീജനറേറ്റീവ് മെഡിസിനിൽ 2024 ഉയർന്ന റാങ്കോടെ വിജയം കരസ്ഥമാക്കിയ നിള ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ സഞ്ജയ് നായരുടെ നേതൃത്വത്തിലാണ് നൂതന ചികിത്സാ രീതി നടപ്പാക്കുന്നത്. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അപ്കമിങ് ഫീൽഡ് ഇൻ മോഡേൺ മെഡിസിനാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയൊരു ഒരു ഡൗട്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു മുട്ടുവേദനയായിട്ട് നമ്മുടെ അടുത്ത് വരും. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു, തേയ്മാനമാണ്. ഉടനെ നമ്മൾ എക്സ്റേ എടുക്കുന്നു, നമ്മൾ ഏത് ഗ്രേഡാണെന്ന് നമ്മൾ അസസ് ചെയ്യുന്നു. അപ്പോൾ അതായത് 1 തൊട്ട് 4 വരെ ഗ്രേഡുണ്ട്. അതിനകത്ത് 4ാമത്തെ ഗ്രേഡാണെങ്കിൽ നമ്മൾ ന്യായമായിട്ടും പറയും ഓപ്പറേഷൻ. പക്ഷേ ആ 1 തൊട്ട് 3 വരെ ഉള്ളതിൽ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പൊതുവെ നമ്മൾ എഴുതി കൊടുക്കുക, മെഡിസിൻ എഴുതി കൊടുക്കും, ഫിസിയോതെറാപ്പി പറയും. ഇതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നുള്ളത് നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊരു പരിധിക്ക് വരെ വേദനയ്ക്കും ഒരു ശമനം കിട്ടും, പക്ഷേ ശാശ്വതമായിട്ട് മാറുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു 6 മാസം മുൻപ് ഒരു കോൺഫറൻസിന് പോകാൻ ഒരവസരം ഉണ്ടായി ബോംബെയിൽ. അവിടെ വെച്ചാണ് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒരു പുതിയൊരു വേറിട്ട ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി, അതായത് നമ്മുടെ ഓർത്തോപീഡിക്സിൽ തന്നെ ഉള്ളതാണ്. അന്നേരമാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഇത് കാണാനുള്ള അവസരം ഉണ്ടാവുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയുണ്ടായി. മുട്ടു തേയ്മാനം, എല്ല് തേയ്മാനം, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്ക് ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കുന്ന ചികിത്സാ രീതിയാണിത്. ശരീരത്തിൽ തന്നെയുള്ള വിത്തുകോശങ്ങളെ ഉപയോഗിച്ച് നാശോന്മുഖമായ അവയവങ്ങളെ ചികിത്സിക്കുന്ന രീതിക്ക് ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഡോക്ടർ സഞ്ജയ് നായർ പറഞ്ഞു. റീജനറേറ്റീവ് മെഡിസിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള സ്റ്റെം സെൽസ് എന്ന് പറയും. നമ്മളിപ്പോൾ അതിന് മലയാളത്തിൽ പറയുക എന്ന് പറയുന്നത് വിത്തുകോശങ്ങൾ എന്ന് പറയും. ഈ സ്റ്റെം സെൽസിനെ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്ത് അത് 3 സ്ഥലത്താണ് പൊതുവെ ഉണ്ടാവുക. അതായത് ഒന്ന് നമ്മുടെ ബോൺ മാരോ, അതായത് നമ്മുടെ മജ്ജയിലും, അതല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് സെൽസ് നമ്മുടെ കൊഴുപ്പിനകത്തും, 3ാമത്തേത് നമ്മുടെ രക്തത്തിലുമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് അതിനെ ശുദ്ധീകരിച്ച്, അതിന് വേറെ ഒരു പ്രത്യേക രീതിയുണ്ട്. അതിനെ നമ്മൾ ശുദ്ധീകരിച്ച് നമ്മൾ തിരിച്ച് പേഷ്യൻറ്റിലേക്ക് തന്നെ കൊടുക്കുക. അതിൻ്റെ ഇരട്ടിപ്പിക്കുക, അതിൻ്റെ കൗണ്ടിനെ നമ്മൾ ഇരട്ടിപ്പിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് അതിൻ്റെ അളവിനെ വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഏത് ഭാഗത്തേക്കാണോ പ്രശ്നമുള്ളത് അതിലേക്ക് നമ്മൾ അത് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇഞ്ചെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു ഇഞ്ചെക്ഷൻ, അങ്ങനെയല്ല. അതിനെ ഒരുക്കിക്കൊണ്ട് വരുന്ന ആ ഒരു പ്രക്രിയ ഭയങ്കര സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. കാരണം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരിതാണ്. അതിന് നമുക്ക് മെഷീനറീസ് ഉണ്ട്. ആ മെഷീനറീസിലെടുത്ത് നമ്മൾ അതിൽ നിന്ന് അതിനെ വേർതിരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. പൊതുവെ റിസൾട്ട്സ് നമുക്കൊരു സൈഡ് എഫക്ട്സും വരുന്നില്ല. നമുക്കൊരു സൈഡ് എഫക്ട്സും വരുന്നില്ല. നമ്മുടെ തന്നെ ബോഡിയിൽ നിന്നുള്ള സാധനമാണ്. നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് അത് അഡ്വാൻസ് സ്റ്റേജിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ 4ാമത്തെ ഗ്രേഡിലേക്ക് വരുമ്പോൾ ഒന്നും നമുക്കതിന് വലിയ യൂസ് ഇല്ല. കാരണം അപ്പോഴത്തേക്കും ജോയിൻറ്റ് നശിച്ചു കഴിയും. അപ്പോൾ അതിന് മുൻപായിട്ടുള്ള ഓരോ ഘട്ടത്തിലാണ് നമ്മൾ ഈ 1 തൊട്ട് 3, ഞാൻ നേരത്തെ പറഞ്ഞു, 4ആകുമ്പോൾ നമ്മൾ സർജറി എന്ന് പറയുന്നു. 1 തൊട്ട് 3 വരെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പം നമ്മൾ അതിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്.